കാര്യം ഞാൻ ഈ സീസണിൽ പോയല്ലോ, ഞാനിപ്പോ അനുമോള് വെളുപ്പിക്കാനും നോക്കണമെന്നില്ല. അനുമോൾക്ക് ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. ഞാനിപ്പോ ഇല്ലാന്ന് പറയില്ല, അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അനുമോള് മനസ്സിൽ വച്ചിട്ട് പെരുമാറുന്ന ആളല്ല, അവൾ അപ്പൊ തന്നെ പറയും. മനസ്സിലായോ? അവള് സ്പോട്ടിൽ പറയാം, അവൾക്ക് ഇത് ശരിയല്ല ശരിയില്ല എന്ന് പറയും. അവളിന്ന് കണ്ണനെ വിളിച്ചു പറയും. അതങ്ങനെ ഒരു ഉള്ളിൽ വെച്ചിട്ട് ഇരിക്കുക അങ്ങനെ. ഞാനപ്പോ അവളോട് ചില കാര്യം കണ്ടില്ല മട്ട് മുന്നോട്ട് പോവാ, ഇത് ഇങ്ങനത്തെ ഒരു ഷോ ആണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോകുന്നത് ഇങ്ങോട്ട്. പിന്നെ കരയരുത്, ഞാൻ 2 അഡ്വൈസ് കൊടുത്തു. ചിലത് കണ്ടില്ല മട്ട് ഇരിക്കേണ്ടവരും, പിന്നെ കരയരുത് മോളെ, എന്തിനാ എപ്പോഴും കരയണമെന്ന് ചോദിച്ചു. ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ആ പ്ലാസ്റ്റിക് എടുത്ത് എറിഞ്ഞിട്ട് പോകും. ഞാനവിടെ എല്ലാവർക്കും അഡ്വൈസ് കൊടുത്തു. ഇപ്പൊ സാബിമോൻ എടുത്ത് പറഞ്ഞാൽ നിന്റെ കരിയറിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണത്. ഇനി എനിക്ക് ഇതിലും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടില്ല. ഒരു ബിഗിനർ എന്ന രീതിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എനിക്കത് വലിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമല്ലാതെ, നിങ്ങൾക്കറിയാലോ ഞാനൊരു മോഡൽ എന്ന രീതിയിൽ ആർക്കും എന്നെ അറിയാൻ പാടില്ല. ഒരു മോഡൽ എന്ന രീതിയിൽ എന്നെ ഒരു മനുഷ്യൻ അറിയില്ല. അതിനുപരി മോഡൽ എന്ന രീതിയിൽ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ 3ാം സ്ഥാനം വന്നു. അതിനുശേഷം എന്നെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ എവിടെയും നമുക്ക് എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്.